ഒരു കല്ലെടുക്കുക. ഒന്നുകിൽ അത് പുഴയിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ ഇട്ട് നോക്കുക. വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് കല്ലിട്ട് നോക്കിക്കേ. ഈ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് പൊന്തിയിട്ട് താഴേക്ക് വരുമല്ലേ, മീൻസ് തുളുമ്പുക എന്നൊക്കെ പറയും. ആ ഒരു സംഭവം ഒന്ന് വരച്ച് നോക്കിയാലോ നമുക്ക്. ആ ഒരു ഇൻഡ്യൂട്ട മാർക്ക് കണ്ടില്ലേ? സാധാരണയായിട്ട് ഞാനടക്കം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ വരയ്ക്കാൻ അറിയാത്തവരൊക്കെ എങ്ങനെയായിരിക്കും വരയ്ക്കുക. പക്ഷേ അതിനൊരു പരിഹാരം ഞാനെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു സൊല്യൂഷനാണ്. അപ്പം നിങ്ങൾക്ക് വർക്കായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഈ ഒരു സംഭവം പിൻട്രസ്റ്റിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേര് ക്ലേ ആർട്ട് ചെയ്യും, അതേപോലെ തന്നെ ഈ ഒരു 3D ആർട്ട് എഫക്റ്റ് തോന്നിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് ഒക്കെ വരച്ച് കാണിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വരയിൽ അത്ര വലിയ പുള്ളിയല്ല എന്നുണ്ടെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് 3Dയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് ചോദിക്കാം. ചില വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്നോടൊന്ന് മറന്നു പോകും. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ വന്നിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നത് പോലെ തന്നെ അതിൽ തന്നെ റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ പറയണേ. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേൻ്റെ സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു.